എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുന്നത് വലിയ ഹാപ്പി ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഭയങ്കര കടപ്പെട്ടിരിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ളതിലാണ് എൻ്റെ ഉമ്മ. അത് ഓഫ് കോഴ്സ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. കാരണം ഉമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന പോലെ വേറെ ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ളതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, അംജുക്ക ഒക്കെയാണ് അങ്ങനത്തെ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കുറച്ച് നേരം ഒരു 40-50 മിനിറ്റിൻ്റെ ഗസ്റ്റുകളായിട്ടുള്ള സംസാരം. പക്ഷേ ഇതിൻ്റെ പിന്നിലത്തെ എഫേർട്ട് ഉണ്ടല്ലോ, ചെറുതൊന്നുമല്ല. കാരണം ഞാൻ കുഞ്ഞിനായിട്ട് ഒരു ഷൂട്ട് ട്രിവാൻഡ്രാണെങ്കിൽ ഒരു ഷൂട്ട് എറണാകുളം ആയിരിക്കും, ഒരു ഷൂട്ട് എറണാകുളം ആണെങ്കിൽ ഒരു ഷൂട്ട് മലപ്പുറം ആയിരിക്കും, ഒരു ഷൂട്ട് മലപ്പുറം ആണെങ്കിൽ അങ്ങനെയാണ് അത് കാണുന്നത്. ഒരു വലിയ ടീം തന്നെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ശരിക്കും നല്ല എഫേർട്ട് ഉണ്ട്. അതൊക്കെ എനിക്ക് പറ്റുന്നത് ഉമ്മ എന്നുള്ള ഒരാളുള്ളതുകൊണ്ട് മാത്രമാട്ടോ ഇതൊക്കെ പറ്റുന്നത്. പക്ഷേ എൻ്റെ ഉമ്മാക്ക് ഹെൽത്ത് എന്ന് വെച്ചാൽ ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉമ്മയുടെ ഏജും ആണെങ്കിലും ഉമ്മയാണെങ്കിലും മെനോപോസിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ ഉമ്മാക്കും ഭയങ്കര അതിനുണ്ട്. പക്ഷെ ഉമ്മ ഇതൊന്നും പുറത്ത് കാണിക്കാറില്ല. എന്താ വെച്ചാൽ ചെയ്യും. ഞാനാണെങ്കിൽ ഉമ്മാക്ക് സഹായത്തിന് ആരും വെക്കാ വെച്ചാൽ അതും ഉമ്മ സമ്മതിക്കില്ല. അപ്പം ഞാൻ ഉമ്മാക്ക് വിചാരിച്ചതാണ് എന്തെങ്കിലും ഉമ്മാക്ക് വേണ്ടി ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ഓക്കെ ഞാനും എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ സെയിം ടൈം ഉപ്പാടെ അടുത്ത് ദുബായിൽ പോലും നിൽക്കാണ്ട് എനിക്ക് വേണ്ടി എൻ്റെ ഡ്രീംസിന് വേണ്ടി നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തീരും. അതിനേക്കാൾ വലുത് എന്തെങ്കിലുമൊക്കെ ഇതാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയത് ഒരു റെജുവിനേഷൻ അല്ലെങ്കിൽ ഒരു കെയർ പോലൊക്കെ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇത് ഒരു തരത്തിലും പ്രൊമോഷനല്ല, ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. ഇത് എൻ്റെ ഉമ്മാക്ക് കൊടുക്കുന്ന കാരണം ആയതുകൊണ്ട് ഇത് ഒരു പ്രൊമോഷനും അല്ല, ഒന്നുമല്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ആയുർവേദ ചികിത്സ, ഇപ്പോൾ കർക്കിടകമൊക്കെ ആയ കാരണം നമ്മളുടെ കർക്കിടക ചികിത്സ, ആയുർവേദ ചികിത്സ ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് അത് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. ഉമ്മാക്ക് ഒന്നും ചെയ്യണ്ട, സുഖമായിട്ടിരിക്കുക, പണിയൊന്നും ചെയ്യണ്ട. ഉമ്മാക്കാണെങ്കിൽ ഉഴിച്ചിലും കാര്യങ്ങളും, ഉമ്മയുടെ കൈക്കൊന്നും വയ്യ, അപ്പോൾ കൈവേദന അതൊക്കെ സുഖമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ലൊരു സ്ഥലം നോക്കാമെന്ന്. അപ്പം എനിക്കറിയാം ഉമ്മയുടെ കുറേ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് അങ്ങനെ വെറുതെ ഇങ്ങനെ ചികിത്സ അതൊന്നും ഉമ്മാക്ക് ഇഷ്ടം. ഉമ്മാക്ക് ഇങ്ങനെ നല്ല റിസോർട്ട് പോലെ പ്രകൃതി ഭംഗി വേണം, സ്വിമ്മിങ് പൂൾ ഇങ്ങനെയൊക്കെ ആയി നല്ല മൊത്തത്തിൽ റിലാക്സ് ചെയ്യണം പറ്റിയൊരു ഇതിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ വെൽവെയർ ആയുർ കെയർ എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് കേട്ടോ. വെൽവെയർ ആയുർ കെയർ മലപ്പുറത്താണ് വരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അധികം ഞാൻ അങ്ങനെ കണ്ടു. കാരണം ഇവരുടെ പേജിൽ നോക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കുറേ റീൽസോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ വെച്ചിട്ട്. പക്ഷേ ഇവർ പേജിലുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഉമ്മാക്ക് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോസ്റ്റ് നേറ്റൽ കെയർ ആണ് മെയിൻ ഫേമസ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷ. പക്ഷേ എല്ലാ ചികിത്സയുണ്ട്, ആയുർവേദ ബന്ധപ്പെട്ട എല്ലാ ചികിത്സയും ഇവിടെ കോൺടാക്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ഉമ്മാനായിട്ട് കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മയും പീക്കൂസും കൂടെ, ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഉമ്മാക്ക് ഞാൻ സർപ്രൈസ് ഒരുക്കുന്നുണ്ട്, ഒരു 5 days ഞാനിങ്ങനെ 5 or 7 days ഇങ്ങനെ ഒരുക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അവസാന സമയത്ത് പറയേണ്ടി വന്നു. കാരണം ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തോർത്ത് അത് ഇതൊക്കെ വെക്കുന്ന സമയത്ത് ഉമ്മാക്ക് എൻ്റെ പോസ്റ്റ് നേറ്റൽ കെയറിന് ഒരു വട്ടം പോയപ്പോഴും ഉമ്മാക്ക് മനസ്സിലായി ഇതൊക്കെ എന്ന്. അപ്പം ഞാൻ ഉമ്മാണ്ട് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്, പ്രസവരക്ഷ എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, എനിക്കൊരു ഇതെന്നൊക്കെ. അപ്പോൾ ഉമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ കൂട്ടത്തിൽ ഞാൻ എനിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മാനെ ഇവിടേക്ക് കൊടുന്നതാണ് ഒരു 7. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഉമ്മ ഭയങ്കര ഹാപ്പി. എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു വ്ളോഗാണ് ഇന്നത്തേന്ന് പറഞ്ഞ് ഞാൻ ഉമ്മാക്ക് കൊടുത്ത സർപ്രൈസ് ആയിരുന്നു. ഉമ്മ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഉമ്മയുടെ കൈക്കുള്ള ചികിത്സ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ കൈയുടെ പെയിൻ മാറാനുള്ള ചികിത്സ നടക്കുന്നുണ്ട്. ഒപ്പം ഉമ്മയുടെ ബോഡിക്ക് മൊത്തത്തിനുള്ളത്, പിന്നെ സ്കിൻ റെജുവിനേഷനുള്ളത് ഒക്കെയാണ്. എനിക്കും ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ബോഡി പെയിൻ ഒന്നുമില്ല, പക്ഷേ എനിക്ക് സ്കിൻ റെജുവിനേഷൻ ഉള്ളതാണ് എനിക്ക് നടക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. പീക്കൂസിനെ ഓയിൽ വെച്ച് കുളിപ്പിക്കും. ഞാനിപ്പോൾ ഇത് 6th day ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്ത ഭാഗങ്ങളാണ്. പീക്കൂസിനും ഉമ്മാക്കും ഒന്നും ഇവിടുന്ന് പോവണ്ട, എനിക്കും പോവണ്ട. എന്ത് നല്ല സ്ഥലമാണെന്ന് പറയുമോ. അയ്യോ ഞാൻ പറയട്ടെ, പ്രസവരക്ഷ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് നിൽക്കണം. ബോഡി മൈൻഡൊക്കെ റിലാക്സ് ആവും. ഞാനിപ്പോൾ നിന്ന് സംസാരിക്കണ തന്നെ ഒരു ഇത് നോക്കണട്ടോ. ഇവിടെ ഇത് നമ്മളെ ഇത് ഞങ്ങളെ ഇതാണ് ഞങ്ങളെ റൂം. ഈ റൂമിൻ്റെ ബാൽക്കണിയാണ് ഇത്. ഒരു പൂള്, അവിടെ പുഴ ഒക്കെ ആയിട്ട്. മഴ വന്നു കഴിഞ്ഞാൽ പറയുകയും വേണ്ട. ഇവിടെ ഒക്കെ ഇങ്ങനെയാണ് ശരിക്കും റിസോർട്ട്. ഒരു ആയുർവേദ ഇതിന് ചികിത്സയൊക്കെ വന്നതെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അതിനാണ്
ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഉമ്മാക്ക് അത്രയും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും റിലാക്സ്ഡായി ഒന്നുമില്ലാണ്ട് ഒന്നും ചെയ്യാണ്ട് ഇവിടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു ഒന്നും വേണ്ടല്ലോ, എല്ലാവരും തന്നെ ചെയ്യും ഫുൾ. നമുക്ക് ഇവനൊരു വെള്ളം കുടിക്കണമെങ്കിൽ അവർ വന്ന് ആക്കി തരും. അത്ര ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ ഉള്ളത്, എടുത്ത് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. എങ്ങനെ നമ്മളപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഉമ്മാക്ക് മനസ്സിലായി ഇത് ഉമ്മാക്കുള്ളതാണ് മെയിനായിട്ടെന്ന്. കാരണം വന്ന ഉടനെ തന്നെ ഉമ്മാനെ വെൽക്കം ചെയ്തു. ഉമ്മാടെ മെഡിസിനൽ ബാക്ക്ഗ്രൗണ്ടും ഹിസ്റ്ററീസൊക്കെ ചോദിക്കുന്നു, ഉമ്മാനോട് ഫോം ഫില്ല് ചെയ്യാൻ പറയുന്നു. അപ്പോൾ തന്നെ ഉമ്മാക്ക് കാര്യം പിടികിട്ടി ഇത് ഉമ്മാക്കുള്ളതായിരുന്നു. ഇവരുടെ റിസപ്ഷനിൽ തന്നെ ഭയങ്കര റിസപ്ഷനിൽ കയറി കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. ഇവരെ പൂളും പിന്നെ പുഴയും എല്ലാം കാണാൻ പറ്റും. നല്ല രസമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റൂം അടിപൊളിയായിരിക്കും. അയ്യോട്ട് ശബ്ദം പോയി. റൂം അടിപൊളിയായിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളനീര് കുടിച്ച് തന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ പോവാണ് കേട്ടോ. പീക്കുഷേ മമ്മയുടെ സുന്ദരി ഇതെന്താ പൊന്ന? ആ വന്ന് എടുത്തോട്ടോ. വീഡിയോ കോൾ ചെയ്തോ? ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നില്ല. 15 മിനിറ്റ് കഴിഞ്ഞാല് ഉമ്മാക്ക് വന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഉമ്മയുടെ കൈക്ക് തീരെ ഇളക്കാൻ വയ്യായിരുന്നു, ഭയങ്കര പെയിനായിരുന്നു. മെയിനായിട്ട് ബേബിനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന കാരണം അങ്ങനെ വന്നേക്കുന്ന പെയിനാണ്. അങ്ങനെ ഉമ്മാക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇതേ നടക്കാൻ ഇറങ്ങി. സ്വിമ്മിങ് പൂളിലൊക്കെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ വന്ന ദിവസമായ കാരണം തന്നെ പിറ്റേ ദിവസം സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി കാണാനും ഒക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഉമ്മ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാട്ടോ. ഉമ്മയും പീക്കോസും ഞാനും ഭയങ്കര എൻജോയ് ചെയ്യും. ഉമ്മ സ്റ്റേക്കേഷൻ മൂഡ്. ഒരു ആയുർവേദ ചികിത്സക്ക് വന്നതാണെന്ന് തോന്നിക്കില്ല. കാരണം ഭയങ്കര ഒരു റിസോർട്ട് തന്നെ പറയാലോ, അത്ര റിസോർട്ട് തന്നെ. എന്ത് ഭംഗിയത്! എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ആയുർവേദ ചികിത്സക്ക് സെൻ്ററൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ വിചാരിച്ചു നമ്മുടെ റൂം ആയിക്കോട്ടെ, ഇനി റൂമിൽ തന്നെ ഇരിക്കുക, ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ വന്ന് നോക്കി അവിടെ പുഴ, ഇവിടെ പൂള്. പീക്കൂസാണെങ്കിൽ പൂളിൽ എങ്ങനെയെങ്കിലും എടുത്ത് ചാടണം. അവളെന്തായാലും പോണേക്കാളും മുമ്പ് ഞാൻ പൂളിലിടും. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കാഴ്ച കണ്ടിരിക്കാം. അവിടെ കുറേ പിള്ളേർ വഞ്ചിയിൽ എന്തൊക്കെയോ പിടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതേ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അവൾ എൻ്റെ മടിയിരുന്ന്, കുറേ നേരം ഉമ്മയുടെ മടിയിരുന്ന്. ആ അടിയിൽ കുറച്ച് ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. അപ്പം നേരെ ലേക്ക് നോക്കി നമുക്കിനി ഇരിക്കാം. ഇവിടെ ഒരാൾ ഇതേ വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈവനിങ് എല്ലാ ദിവസവും ഫുഡ് മസാജ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ്, ട്രീറ്റ്മെൻറ്റ് രാവിലെയാണ് സമയം. രാത്രി കഴിഞ്ഞാൽ ഫുഡ് മസാജിന് ഉമ്മാക്ക് വരും. ഉറക്കക്കുറവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉമ്മാക്കും ഉണ്ട്. പിന്നെ ഇന്ന് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ രാത്രി ഫുഡ്. രാവിലെ എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണുന്ന നല്ല മഴ, എന്ത് ഭംഗിയായിരുന്നു ഇവിടെ മഴയ്ക്ക്. വന്നുണ്ടല്ലോ നല്ല ചോറും കൊഴുവ പൊരിച്ചതും അവിയലും കറിയും ഒക്കെ ആയിരുന്നു, കൈപ്പക്കറിയൊക്കെ ആയിരുന്നു. ഇന്ന് വ്ളോഗൊക്കെ എടുക്കുന്ന വെച്ചിട്ട് ഞാൻ തുടങ്ങി വെച്ചു. പിന്നെ എനിക്ക് മടിയായി അന്നത്തെ ദിവസം വ്ളോഗ് എടുക്കാൻ. കാരണം നല്ല മഴയൊക്കെ ആയ കാരണം കുറേ ശാന്തമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന്. അങ്ങനെ ഇന്നൊട്ടിട്ടാണ് ആക്ച്വലി എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉമ്മാക്കാണ് തലേ ദിവസം തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ടിട്ടേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും ചികിത്സ തുടങ്ങും. പീക്കൂസിനാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഉറക്കം കൂടുതലായിരിക്കും. ഗുഡ് മോർണിംഗ്. ഒരു ഉമ്മ തരോ? രാവിലെ 7 മണിക്ക് ഉമ്മാനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകും. പിന്നെ ഉമ്മായുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നാലാണ് എന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഫസ്റ്റ് ഉമ്മ ഫുഡ് കഴിക്കും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട്. എന്നിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നൂൽപുട്ടും ചെറുപയറും കറിയായിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. എല്ലാം എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടം. ഒപ്പം ഞാൻ അവിടെ എനിക്ക് പോഡ്കാസ്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണ ദിവസം കൂടിയായിരുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉമ്മ വന്ന് ഇനി ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം കേട്ടോ, ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവാം.
ട്രീറ്റ്മെൻറ്റ് റൂം ഭയങ്കര എസ്തെറ്റിക് വൈബുള്ള ട്രീറ്റ്മെൻറ്റ് റൂമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് നോക്കി. കറക്റ്റ് നമ്മൾ റിസോർട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. എന്ത് രസമായിരുന്നു. പിന്നെ ഉച്ചക്ക് ബിരിയാണി, ഫുഡ് എടുത്തെടുത്ത് കാണിക്കണം. പിന്നെ ഇന്ന് വൈകിട്ട് എല്ലാ വൈകിട്ടും ഉമ്മാക്ക് യോഗ സെഷൻ ഉണ്ട്. യോഗ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ഉമ്മാക്ക് യോഗ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബാൽക്കണി ഇരുന്നിട്ട് തന്നെയാണ്, ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ ബാൽക്കണിയിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ യോഗയും ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈൻഡും ബോഡിയും ഒക്കെ അങ്ങനെയാണ് ഫുൾ. നമ്മളെ മൊത്തത്തിൽ നമ്മൾ എല്ലാം കൊണ്ടും ഈ ഒരു 7 days പക്ക അടിപൊളിയായിരിക്കും. വൈകിട്ട് ഇത് വേറൊരു ദിവസമായി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ക്ലീനിങ്ങിന് ചേച്ചിമാർ വരും. ക്ലീനിങ് ചെയ്ത് ഫുൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഫുൾ എല്ലായിടത്തും പൊടി തട്ടി ഫുൾ ഇതാക്കിയിട്ട് വാഷ്റൂമും എല്ലാം ക്ലീൻ ചെയ്യാൻ വരും. പീക്കൂസ് ആണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. പീക്കൂസിൻ്റെ ലുക്ക് കണ്ടാ വിചാരിക്കും നല്ല കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കില്ല. കുളിക്കാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ. രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കുക. കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു അങ്കാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് ഓയിൽ തേച്ച് കുളിപ്പിക്കാൻ വിചാരിക്കുന്നത്. കാരണം ആൾ വലിയ ആളായപ്പോൾ ഇപ്പം ആരും തൊടിയിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ്. ഞാനല്ലെങ്കിൽ ഉമ്മ തന്നെ കുളിക്കണം. അങ്ങനെ ഉമ്മയുടെ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞ് വന്ന് അതെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു. നല്ല പൂരിയും കിഴങ്ങ് കറിയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായത് ഉമ്മാക്ക് മാത്രമായിരുന്നില്ല, അത്യാവശ്യം എനിക്കും ആയിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ പെൺകുട്ടികളോട് പറയാട്ടെ, നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള പോസ്റ്റ്നേറ്റൽ കെയർ മാത്രമല്ല, ഒരു ബേബിക്ക് ഒരു 7 months ആയി കഴിഞ്ഞാൽ അത്യാവശ്യമാണ് കേട്ടോ നമുക്കും കൂടി എടുക്കണം. ഒഴിച്ചിൽ കഴിഞ്ഞ് പ്രത്യേക ഒരു തിളക്കാട്ടോ മുഖത്തേക്ക് ഇല്ലേ, തോന്നില്ല. ഞാൻ പോണ പോലെ ആയിരുന്നില്ലല്ലോ തിരിച്ചു വരുമ്പോൾ. ഇനി എനിക്ക് പോയി നേരെ ഫുഡ് കഴിക്കണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അതാണ് ഞാൻ വരുന്ന വഴിക്ക് പൂരി ഇതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങ് വിശപ്പ് കൂടി. ഓക്കെ, ഒരാളെന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇനി പീക്കൂസിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. നമുക്ക് കൈ മളിക്കാം പീക്കൂഷേ. ഓക്കെ 1 2 3 കൊക്കായമ്മേ വെള്ളം ഗോരാൻ. എത്ര വെള്ളം വേണം? 3 ആണോ? ഓക്കെ 1 2 3 ആയാലുണ്ടല്ലോ കുറെ ഒമ്പതര് കടക്കട കഞ്ഞി കുടിക്കാം. നമുക്ക് കടക്കട കുഞ്ഞു കുടിക്കാം. ഇനി ഞങ്ങൾ അടുത്തത് കർക്കിടക കഞ്ഞി കുടിക്കാൻ പോവാണ്. ഇങ്ങോട്ടേക്ക് പിരിഞ്ഞ് കൊക്കായ്മ കളിക്കണോ? കൊക്കായ്മ കഞ്ഞി കുടിച്ചിട്ട് കളിക്കാട്ടോ. ഓക്കെ, എന്നിട്ട് കളിക്കാട്ടോ. അത് കിട്ടാനാണ് നോക്ക്. പിടിച്ചു വലിക്കല്ലേ. കൊടുക്കണ്ട. ഇല്ല അത് തരില്ല. സോഫ്റ്റ്വെയർ സ്മാർട്ട് സിസ്റ്റം വഴിയാണ് ഈ പദ്ധതി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലേക്കും ഏതെങ്കിലും വീട്ടിൽ ബ്ലോക്ക് അവിടെ മറ്റു വീടുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് 24/7 അപ്പോൾ വ്ലോഗ് കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഇവിടെ ആരെയാ വൈറ്റമിൻ ഡി കുടിക്കുന്നേ? ഇത് വൈറ്റമിൻ ഡി അല്ലല്ലോ, മറ്റേ ചുമയുടെ. അവൾക്ക് പീക്കൂസിന് ഒരു കുഞ്ഞി ചുമ ഉണ്ടായി, മൂക്കൊലിപ്പ്. അതിൻ്റെ അഭ്യാസമാണ് കാണുന്നത്. ഓക്കെ ബൈ. ഉമ്മ പറയും ഓക്കെ. പീക്കൂസിന് ചിരിച്ച് എന്തൊക്കെയോ പറയണം. ബൈ എന്ന് പറയും. ഓക്കെ ശരി ബൈ പറയൂ. ഭദ്രമായിട്ട് തന്നെ പീക്കൂഷ്.